നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധവും ആഗോള എണ്ണ വിപണിയിലെ അനിശ്ചിതത്വവും ലോകത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഉപരോധങ്ങൾ, മറുവശത്ത് ഊർജ്ജ പ്രതിസന്ധി. ഈ രണ്ടിനുമിടയിൽ തുലനം കണ്ടെത്താൻ ശ്രമിക്കുന്ന മഹാശക്തിയായ US പോലും അവസാനം ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച സംഭവവികാസമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഉപരോധം ഉണ്ടാകാത്ത വിധം 30 ദിവസത്തെ പൊതു ലൈസൻസ് നൽകുമെന്ന് പ്രഖ്യാപിച്ചാണ് US ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏപ്രിൽ 11 അവസാനിച്ച 30 ദിവസത്തെ ഇളവിന് പകരമാണ് പുതിയ ലൈസൻസ്. 2 ദിവസങ്ങൾക്ക് മുൻപ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് വിപരീതമായാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നേരത്തെ ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ലൈസൻസുകൾ മാർച്ച് മാസം പുതുക്കില്ല എന്ന് ബെസന്റ് പറഞ്ഞിരുന്നു. പുതിയ ഉത്തരവ് അനുസരിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ലൈസൻസ് തുടരും. എന്നാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങൽ സാധ്യമല്ല എന്നാണ് സൂചന. ട്രഷറി വകുപ്പ് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ലൈസൻസ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം വെള്ളിയാഴ്ച മുതൽ മെയ് 16 വരെ കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങാൻ രാജ്യങ്ങൾക്ക് അനുമതിയുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, ഉപരോധ ഇളവുകൾ നീട്ടി നൽകാൻ US ആവശ്യപ്പെട്ടിരുന്നു.